നീ എങ്ങോട്ടാ നോക്കുന്നത്? ഉപ്പ ഇവിടെ ഉണ്ട് കേട്ടാ. ഉപ്പ ആ നമുക്ക് മദ്രസയിൽ പോണ്ടേ, സ്കൂളിൽ പോണ്ടേ? ഉപ്പ ഉണ്ട്, പേടിക്കാവും. അള്ളല്ലേ വലുത്. ശരിയാവും, തീർച്ചയായിട്ടും ശരിയാവും. ശരിയായിട്ട് എവിടെയും പോവില്ല. ഉപ്പ എവിടെപ്പോണെങ്കിലും മാറ്റിത്തരും. എവിടെയാ മാറ്റുള്ള അവിടെ ഞാൻ എത്തിയിട്ട് മാറ്റും. ഉറപ്പാ. അള്ള നമ്മളെ കൂടെ ഉണ്ട്, സഹായിക്കും. അള്ള സഹായിക്കും, ആരും സഹായിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും. നമുക്ക് എവിടെയെങ്കിലും പോണോ? ബീച്ചിൽ പോണോ? പാർക്കിലെല്ലാം പോണ്ടേ? എത്രയാ എൻ്റെ മോൻ പോയിട്ട്? ബീച്ചിലെല്ലാം പോണ്ടേ? അൽഫാം തിന്നണ്ടേ? കുബൂസ് തിന്നണ്ടേ? എല്ലാം തിന്നണ്ടേ? എത്രയായി തിന്നിട്ട് എൻ്റെ മോന്? എത്രയായി എൻ്റെ മോൻ തിന്നിട്ട്? നമുക്ക് തിന്നണ്ടേ എൻ്റെ മോനിക്ക്? ഇപ്പം മേടിച്ചു തരുവേ, എല്ലാം മേടിച്ചു തരും. ഞാൻ എൻ്റെ കുഞ്ഞിനോട് അഹോരാത്രം പരിശ്രമിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം. എൻ്റെ മോനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയത്തല്ല സഹായം ചെയ്യണം. 8 വയസ്സുകാരനായ ഹംദാൻ എന്ന് പറയുന്ന പൊന്നു മാലാകെ നിങ്ങൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ? വല്ലാത്തൊരവസ്ഥയിലാ. വളരെ എമർജൻസിയാ. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാൻ ICUവിൽ നിന്ന് അത് അവതരിപ്പിക്കാൻ സാധിക്കാത്തതാണ് ആ പൊന്നുമോന്റെ മുമ്പില്. ആ പൊന്നുമോന്റെ അവസ്ഥ കണ്ട് അവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നതാ. ഇവിടെ നോക്കുമ്പോ മരുന്നുകളുടെ കുമ്പാരങ്ങളാ. സ്റ്റെതസ്കോപ്പ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഞാൻ എന്ത് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഡോക്ടർ പഠിക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ പിതാവിന്റെ മറുപടി കേട്ടപ്പോ വല്ലാതെ സങ്കടം തോന്നി പ്രിയപ്പെട്ടവരെ. 60 ലക്ഷം രൂപയോളം ഈ പിതാവ് ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ ചാല കൊയ്യോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുസമ്മിൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവന്റെ പൊന്നുമോന. ഒരു മകൻ ഇവർക്ക് നഷ്ടപ്പെട്ടു. റബി എന്ന് പറയുന്ന ഒരു പൊന്നുമോന് ഇവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. 3 മക്കളായിരുന്നു. അതിന് മൂത്ത മോന. മറ്റൊരു മകനാണ് ഹംദാൻ എന്ന് പറയുന്ന പൊന്നുമോന്. ഇന്ന് ICUവിൽ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഭീമമായ സംഖ്യയാണ് വേണ്ടത്. 35 ലക്ഷം രൂപക്ക് മുകളിലാണ് സംഖ്യകൾ വേണ്ടത്. കാരുണ്യ ലോകം നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കണം. ഹംദാൻ ചികിത്സ സഹായ സമിതിയുടെ സ്കാനർ ഇവിടെ വെക്കുന്നുണ്ട്. പരമാവധി ഈ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വലിയ പ്രയാസം വരുന്നത് കൊണ്ട് പരമാവധി സ്കാനറിൽ നിങ്ങൾ സഹായം എത്തിക്കണം. ഒരാൾ പോലും തട്ടിമാറ്റരുത് പ്രിയപ്പെട്ടവരെ. വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് ഈ പിതാവ് അനുഭവിക്കുന്നത്. എന്റെ 8 വയസ്സുകാരനായ എന്റെ കുഞ്ഞുണ്ടല്ലോ അനീസ് മോന്, ആ അനീസ് മോന്റെ വേദനയാണ് പൊന്നുമോൻ അനുഭവിക്കുന്നത്. കാഴ്ചകൾ നഷ്ടപ്പെട്ട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലാണ് ഹംദാൻ ഇന്ന് ഹോസ്പിറ്റലിൽ. ചില ആളുകൾ ഞങ്ങളുടെ കണ്ണീര് കാണുമ്പോ ഉസ്താദ് ഓവറാണ് അല്ലെങ്കിൽ ഓവറായി പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പരിഹസിക്കാം. ഞാൻ അനുഭവിക്കുന്നത് പോലെയാണ് ഈ പ്രിയപ്പെട്ട പിതാവ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ പ്രിയപ്പെട്ട പിതാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ പൊന്നുമോനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാത്ത വേദന, മദ്രസയിലേക്ക് പറഞ്ഞേക്കാത്ത വേദന ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക. എന്റെ അനീസ് മോനെ അതേ അവസ്ഥയാണ്. എനിക്ക് ആ മോനെയും കാണുമ്പോ അനീസ് മോനെ കാണുമ്പോ ഒരേ മുഖച്ചായ പോലെ തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാത്തൊരു സങ്കടാണ്. ഈ പിതാവ് ശ്രമിക്കാത്ത മാർഗങ്ങളില്ല. നിരവധികളായ ഹോസ്പിറ്റലുകളിലേക്കും ഹോമിയോ ചികിത്സകൾ, ആയുർവേദിക്, ഹിജാമ തുടങ്ങിയ സർവ്വ ചികിത്സകളും ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ പിതാവ് ചെയ്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അത്രത്തോളം എനിക്ക് ആ പൊന്നുമോന്റെ മുമ്പിൽ നിന്ന്, ICUവിൽ നിന്ന് എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. അത്രത്തോളം സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു നാടും നാട്ടുകാരും മഹല്ലുകാരൊക്കെ ഇതിന് സാക്ഷിയാ. ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കൊയ്യോട് മഹല്ലിലെ നമ്മുടെ മുസമ്മിൽ എന്ന സഹോദരന്റെ മകൻ ഹംദാൻ എന്ന കുട്ടി ഇന്ന് മദ്രസയിലും സ്കൂളിലൊക്കെ വരേണ്ട കുട്ടിയാണ്. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഹംദാൻ മദ്രസയിൽ വന്നിരുന്നെങ്കിലെന്ന്. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം വളരെ സന്തോഷപൂർണമായ രീതിയിൽ, ആരോഗ്യപരമായ രീതിയിൽ ജീവിച്ച കുട്ടി പെട്ടെന്നാണ് അനാരോഗ്യമായ അവസ്ഥയിലേക്ക് മാറിയത്. ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ പിതാവ് ഒരു വലിയ പോരാട്ടമാണ് നടത്തുന്നത്. തൻ്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 60 ലക്ഷം രൂപയോളം അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞു.
ഒരു കൈസഹായം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം വന്നിട്ടില്ല. ഇന്ന് ഒരു ഗതിയുമില്ലാത്തത് കൊണ്ടാകണം ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന, നമ്മളെ കേൾക്കുന്ന, കോഴിയോടിനെ അറിയുന്ന, നാടിനെ അറിയുന്ന മുഴുവൻ ആളുകളും നിങ്ങളോട് ഹൃദയപൂർവ്വം ഒരു വലിയ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. സഹായിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു.